എല്ലാവരും ഈ ആർട്ടിനപ്പുറത്തേക്ക് ഇതിനകത്ത് നമ്മുടെ ഇന്ത്യ ഒരു ഭയങ്കര സൂപ്പർസ്റ്റിഷനുള്ള ഒരു രാജ്യമാണ്, ആണെന്നറിയാമല്ലോ. അന്ധവിശ്വാസങ്ങളുടെ കലവറയാണ്. അപ്പം അവിടെ ഈ സാധനം കാണിക്കുമ്പോൾ ഈ ഹിപ്നോസിന് വിധേയമാകുന്ന ആളെക്കാട്ടിൽ കൂടുതൽ പവറുള്ള ആൾ ഹിപ്നോട്ടിസ്റ്റ് ആണെന്നൊരു ധാരണയുണ്ട്. യഥാർത്ഥത്തിൽ ഹിപ്നോട്ടിസ്റ്റിന് ഒരു കഴിവില്ല. വിധേയമാകുന്ന ആളുടെ അതിനോടുള്ള താല്പര്യവും ആ സജഷൻസിനെ അയാൾ സ്വീകരിക്കുന്ന രീതിയുമാണ് അയാൾ ട്രാൻസിലാകുന്നത്. പിടിയോ? മനസ്സിലായി. നമ്മുടെ ദിവ്യനായിട്ടാണ് കാണുന്നത്. അതൊരു മോഡേൺ ദിവ്യനായിട്ടാണ് ഒരു ഹിപ്നോട്ടിസ്റ്റിനെ ഒരു പരിധി വരെ ആളുകൾ കാണുന്നത്. അങ്ങനെ വരുമ്പം ഞാൻ എവിടെയെങ്കിലും ഒരു ചെറിയ സാധനം ഉണ്ടാക്കിയിട്ട് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടംപോലെ പൈസ കിട്ടും. ആൾക്കാരൊക്കെ വന്നു എനിക്ക് വേണമെങ്കിൽ നേർച്ചയ്ക്ക് ഇടും. പക്ഷെ ഈ അച്ഛനെ കാണിച്ചു തരുമോ എന്ന് ചോദിച്ച് അതൊക്കെ ചെയ്ത് അവർക്കൊരു മനസ്സിൽ സന്തോഷം കിട്ടുവാണെന്നുണ്ടെങ്കിൽ അത് നല്ലൊരു കാര്യം. സന്തോഷം കിട്ടുന്നത് നല്ലതാണോ എന്ന് ചോദിക്കുമ്പോൾ സമയത്ത് അവർ ആ കാണിച്ച സാധനത്തിനെ വിഷ്വൽ ചെയ്ത് റീൽ ചെയ്ത് ഇടുന്ന സമയത്ത് അവർ കാണിക്കുന്ന കാര്യങ്ങൾ മുഴുവനല്ല ഇടുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ അതിനകത്ത് കാണിക്കുന്നുണ്ട്. ചിലപ്പോൾ ഒരു അമ്മയോട് എനിക്ക് പൊട്ടിക്കരയുന്നു. ആ ഇമോഷൻസ് ഒക്കെ എന്തിനാ വിളിച്ച് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് കുറേ നാൾ കഴിയുമ്പോഴത്തേനും അവരിത് മനസ്സിലാക്കുന്നു. ഞാൻ എൻ്റെ ഒരു ഉള്ളിൽ കിടന്ന വേദനയാണ് ഞാൻ എക്സ്പ്രസ് ചെയ്തത്. അത് പിന്നീട് അവർക്കും അവരുടെ ചുറ്റുമുള്ള ആളുകൾക്കല്ല വേദന ഉണ്ടാക്കുന്നത്. പേഴ്സണലി ഒരു സ്ഥലത്തിരുന്ന് കണ്ടു. തെറാപ്പികൾക്ക് വേണ്ടിയിട്ടൊക്കെ പല ആൾക്കാരും ചെയ്യാറുണ്ട്. ഞാനൊരു ക്ലിനിക്കലി തെറാപ്പിസ്റ്റ് അല്ല, ഒരു റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ലൈസൻസ് ഉള്ള ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്. ഹിപ്നോസിസ് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒരാളെ തെറാപ്പി ചെയ്ത് ഈ വഴികളിലൂടെയൊക്കെ വേണമെങ്കിൽ അവർ കൊണ്ടുപോകാം. ഇത് 10ാം ക്ലാസ് പോലും പാസ്സായിട്ടില്ലാത്ത ആൾക്കാർ പോയി നിന്ന് ഇത് കൂട്ട് പരിപാടികൾ കാണിക്കുകയാണ്. അല്ല, ഞാൻ ചോദിച്ചത് ഇപ്പം നിബിൻ്റെ അടുത്ത് ഒരാൾ പുറകെ നടന്നെന്ന് പറഞ്ഞില്ലേ, അച്ഛനെ ഒന്ന് കാണിച്ചു തരാമെന്ന് ചോദിച്ചു. അത് ചെയ്ത് കൊടുത്താൽ ഒരു പക്ഷേ അയാൾക്കൊരു മനസ്സന്തോഷം ഇങ്ങനെ ഒരാൾക്ക് കൊടുത്താൽ 10 പേര് പിന്നെയും വരും. ഓക്കെ. അപ്പം എൻ്റെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ സന്തോഷിപ്പിക്കുന്ന, ഇങ്ങനെ മരിച്ചുപോയവരെ കാണിച്ചു കൊടുക്കുന്ന ഒരാളായിട്ട് നാളെ ഇവിടെ പത്രങ്ങളിലൊക്കെ വരും. ഇങ്ങനെ അടുത്ത് പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ മരിച്ചവരെ കാണിച്ചു തരുമെന്ന്. ഇത് പണ്ട് ഈ ഓജോ ബോർഡിൻ്റെ അതൊക്കെ ഇപ്പം എല്ലാം പൂട്ടിക്കെട്ടിപ്പോയല്ലോ. ഈ ഓജോ ബോർഡിൻ്റെ കാലത്തെ കഥകളറിയാമോ? ഈ 2ാം ലോകമഹായുദ്ധ കാലഘട്ടത്തിൽ ഈ സോൾജേഴ്സ് ഒരുപാട് മരിച്ചു. ആ സമയത്താണ് ഈ മീഡിയൻ ഷിപ്പിൻ്റെ പേരും പറഞ്ഞിട്ട് നമുക്ക് ഈ മരിച്ചുപോയ നമ്മുടെ അപ്പോൾ വിധവകളായ സ്ത്രീകൾ വീട്ടിൽ ഇരിക്കുക. അപ്പം മരിച്ചുപോയ നിങ്ങളുടെ ഹസ്ബൻഡിനോട് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതിനുള്ള അവസരമായിട്ടാണ് ഈ ടോക്കിംഗ് ബോർഡ് എന്ന് പറയുന്ന ഓജോ ബോർഡ് കൊണ്ടുവച്ചിരുന്നത്. അതിനകത്ത് ചെറിയ ഫീസ് വാങ്ങിച്ചിട്ട് ഈ ഓജോ ബോർഡ്, ഇത് ഇഡിയോമോട്ടോ റെസ്പോൺസ് ആണെന്നുള്ള കാര്യം നമുക്കിപ്പം അറിയാവുന്ന എനിക്ക് വിചാരിക്കുന്നു. ഇപ്പം അതിനെക്കുറിച്ച് അധികം ആൾക്കാർ സംസാരിക്കാറില്ല. അന്ന് മിസ്യൂസ് ചെയ്തിരുന്നൊരു സാധനമാണത്. ഇന്ന് നമുക്കത് കേൾക്കുമ്പോൾ അത് ചെയ്തവനോട് നമുക്ക് ഇടി കൊടുക്കാൻ തോന്നില്ലേ? എനിക്ക് വളരെ അടുത്താണ് അതൊക്കെ മാറിയത് സമൂഹത്തിൽ നിന്നും. അത് ഡിബേറ്റുകളിലൂടെയാണ് ആളുകൾ അത് മനസ്സിലാക്കിയെടുക്കുന്നത്. ചർച്ചകളിലൂടെ. സത്യങ്ങൾ പലപ്പോഴും അപ്രിയങ്ങളാണെന്ന് പറയുന്ന പോലെയാണ്. ചർച്ചകളിലൂടെയാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതും പറയുകയൊക്കെ ചെയ്യുന്നത്. ഓക്കെ. ഇനി ഈ ടോപ്പിക്കിൽ വെച്ചിട്ട് കുറച്ചധികം ചോദ്യങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നു ആ ടോപ്പിക്കിൽ നമുക്ക് വിടാൻ തോന്നുന്നല്ലേ? അല്ല, ചോദ്യങ്ങൾ ചോദിക്കാം, എൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ പറയാം. ഇല്ല, ഇത് ഞാൻ പറഞ്ഞിട്ട് ഇപ്പം ഞാനിപ്പം ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മളിപ്പോൾ ഈ ഒരു ഇൻ്റർവ്യൂ ഇരിക്കണമെങ്കിൽ നമുക്ക് കുറച്ച് റെഫറൻസ് എടുക്കുമല്ലോ. അപ്പം ഞാൻ ഈ മെൻ്റലിസം ടൈപ്പ് ചെയ്ത് നോക്കിയപ്പോൾ കണ്ടതാണ് 1999 രൂപയ്ക്ക് തപാൽ വഴിയാണോ അല്ലതാണ് മെൻ്റലിസം പഠിപ്പിക്കുന്ന ആളുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടാണ് വലിയ പോസ്റ്റേഴ്സ് ഉണ്ട്. ഇങ്ങനെയൊക്കെ എളുപ്പം പഠിക്കാൻ പറ്റുന്നതാണോ മെൻ്റലിസം? അതിൽ ചെന്ന് ഒരുപാട് ആളുകൾ ഇയാമ്പറ്റകൾ പോലെ വീഴുന്നുണ്ടാവും അല്ലേ? അല്ല, അത് നമ്മൾ അതിനെ എതിർത്തൊന്നും പറയുന്നില്ല. അതിൽ നിന്ന് ഒരു ട്രിക്ക് അയാൾ പഠിച്ചിട്ട് അത് നന്നായി പ്രാക്ടീസ് ചെയ്ത് അയാൾ മറ്റുള്ളവരെ അത്ഭുതപ്പെടുത്താൻ പറ്റുന്നുണ്ടെങ്കിൽ നല്ല കാര്യമല്ലേ? മനസ്സിലാകുന്നുണ്ടോ? എന്തും പഠിക്കാമല്ലോ, എല്ലാം ഉള്ളതാണല്ലോ. ഈ ലോകത്ത് തന്നെ മനുഷ്യനുണ്ടാക്കിയതല്ലേ, ഓരോ ക്രിയേറ്റേഴ്സ് ഉണ്ടാക്കിയതാണ്. അതവർ പഠിപ്പിക്കാനായിട്ട് വെളിയിലേക്ക് വരുന്നു, അവർ പഠിക്കുന്നു. എന്നിട്ട് അവർ ഉദ്ദേശിച്ചതാണോ പഠിച്ചത്, അവർക്കത് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അത്രത്തോളം പ്രാക്ടീസ് അവർ കൊടുക്കുന്നുണ്ടോ, ഡെഡിക്കേറ്റഡ് ആണോ, ഇനി ഇതിൻ്റെ മാർക്കറ്റ് എന്താണ്, ഇത് അവതരിപ്പിക്കണ്ടേ? പഠിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവർ പഠിപ്പിക്കാൻ ഇറങ്ങുന്നത്? ഇതിൻ്റെ മാർക്കറ്റ് കുറവാണ്. ശരിയാണ് അല്ലേ? അപ്പോൾ പിന്നെ ഉള്ളത് പഠിപ്പിക്കുക എന്ന് പറയുന്ന ഒരു സാധനത്തിലേക്ക് കൊണ്ടുവരിക. അപ്പം നമ്മൾ ഇതിൻ്റെ മാർക്കറ്റ് ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മൾ തിയേറ്റർ ഷോസ് കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളായിട്ട് തന്നെ കണ്ടക്ട് ചെയ്യുന്നു. ഈ ഷോസിനെ കുറിച്ച് ബോധ്യമുള്ള ആളുകൾ ഈ ഷോകൾ തന്നെ വേണമെന്ന് പറയുന്നു. അങ്ങനെയാണ് ഞാൻ ഒരു 19 രാജ്യങ്ങളിൽ ഞാൻ ഷോസ് ചെയ്തിട്ടുള്ളത്. ഇനിയും പോകാൻ കിടക്കും. അടുത്ത ഏതാണ്? അടുത്ത ഇമ്മീഡിയറ്റ്ലി പോകുന്ന UK, അയർലൻഡ്. എത്ര ദിവസത്തെ ഷോ ആണ്? 2 വീക്കേ ഉള്ളൂ. 2 വീക്കുള്ളൂ. എത്ര സ്റ്റേജസ് ഉണ്ടാവും? അതായത് അതിൻ്റെ കണക്ക് ഇങ്ങനെയാണ് ഞാൻ പറയാം. UK, അയർലൻഡ്, കാനഡ 2 വീക്സ്
ഈ UK, അയർലൻഡ് പോയിട്ട് തിരികെ വരും. പിന്നെ ഒരു 6 ഷോ കാനഡ. അപ്പോൾ 6ഉം 4 10 ഷോ. ഇപ്പോൾ 24 വർഷത്തോളമായിട്ട് ഈ ഒരു മേഖലയിലുണ്ട് എന്ന് പറഞ്ഞു. അപ്പം പക്ഷേ ശ്രദ്ധിക്കപ്പെടുന്നത് കുറച്ച് നാൾക്ക് മുന്നേ തൊട്ടാണ് നമ്മൾ ഈ മെൻ്റലിസവും ആളുകൾ അറിഞ്ഞു തുടങ്ങുകയും നിങ്ങളിൽ പലരെയും ആളുകൾക്ക് തിരിച്ചറിയപ്പെടുത്തി തുടങ്ങുന്ന രീതിയിലേക്ക് എത്തുന്നതിന് കുറച്ചധികം ആയിട്ടേ ഉള്ളൂ. ഇപ്പോൾ ഇതിന് മുൻപ് ഇപ്പോൾ 2000 കാലഘട്ടങ്ങൾ തൊട്ടിട്ടാണ് നമ്മളിപ്പോൾ 24 വർഷം എന്ന് പറയുമ്പോൾ ആ ഒരു കാലഘട്ടം തൊട്ടാണ് നമുക്ക് തുടങ്ങുന്നത്. ഇപ്പം ആ ഒരു സമയത്ത് ഒരു ഹാർഡ് ഫേസ് എന്നൊക്കെ പറഞ്ഞ് ഇപ്പം ഇങ്ങനത്തെ കഴിവുകൾ നമ്മൾ കാണിക്കുന്നു, ഇതൊരു ടാലൻ്റായിട്ട് നമ്മൾ അവതരിപ്പിക്കുന്നു. അന്ന് ഇത്രയും മനസ്സിലാക്കാൻ പറ്റുന്ന ആൾക്കാരായിരിക്കുമോ നമുക്ക് ചുറ്റുമുള്ളതെന്ന് അറിയില്ല. ഇവൻ എന്ത് ഭയങ്കര സംഭവം, അങ്ങനെ ഒരു ഫേസിൽ കൂടെ കടന്നു പോയിട്ടുണ്ട്, ഹാർഡ് ഫേസ് അല്ലെങ്കിൽ. അത് ഞാൻ 2 രീതി പറഞ്ഞുതരാം. ഒന്ന്, നമ്മൾ സാധാരണ ലേമാൻ ഓഡിയൻസിൻ്റെ മുമ്പിൽ പെർഫോം ചെയ്യുമ്പോൾ ഈ പ്രശ്നമുള്ളൂ. കോർപ്പറേറ്റ് ഓഡിയൻസിനിടയിൽ ഈ പ്രശ്നമില്ല. എൻ്റെ ഷോകൾ ഏറ്റവും കൂടുതൽ പോയിട്ടുള്ളത് കോർപ്പറേറ്റ് ഇവൻറ്റുകളാണ്. അന്നും ഇന്നും കോർപ്പറേറ്റ് ഷോസ് തന്നെയാണ് കൂടുതലും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കോർപ്പറേറ്റ് ഷോസിനകത്ത് ഫെയിം ഇല്ല. ഇപ്പോൾ IBM എന്ന് പറയുന്ന കമ്പനിയുടെ ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ അവരുടെ സ്റ്റാഫുകൾ അല്ലെങ്കിൽ അവരുടെ ക്ലയൻസിന് വേണ്ടിയിട്ട് അവർ ഇപ്പോൾ മാരിയറ്റിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ലേമരഡിന് വെച്ചിട്ട് ഒരു ഇവൻറ്റ് കണ്ടക്ട് ചെയ്യണം, അല്ലെങ്കിൽ അവരുടെ ഒരു പ്രോഡക്റ്റിൻ്റെ ലോഞ്ച് കൊണ്ടുവരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവർ എൻ്റർടൈൻമെൻറ്റ് വെക്കുന്നു. ചിലപ്പോൾ ഒരു മ്യൂസിക്കൽ ഇവൻ്റ് ആയിരിക്കും, അതോടൊപ്പം എൻ്റെ ഒരു ഷോ ആയിരിക്കും വെക്കുക. ആ ഷോ എനിക്ക് പോസ്റ്റർ ഉണ്ടാവില്ല, കാരണം ഇതിന് പോസ്റ്ററിൻ്റെ ആവശ്യമില്ലല്ലോ. കാരണം ഇത് പബ്ലിക് ടിക്കറ്റഡ് ഇവൻ്റ് അല്ലല്ലോ, ഇത് പ്രൈവറ്റ് ഇവൻ്റ് ആണ്. അപ്പോൾ ആ ഷോ കഴിയുന്നു, നല്ല ഹൈ പേയ്മെൻറ്റും ഉണ്ടാവും, തിരികെ പോരും. അടുത്ത ഷോ അടുത്ത കോർപ്പറേറ്റ് കമ്പനികളാണ് നമ്മളെ ഷോസിന് വേണ്ടി വിളിക്കുക. ഇതിങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോൾ നമ്മളൊരു കംഫർട്ട് സോണിലാണ് പോവുക. അതൊരു PR വേണ്ട ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് ഈവൻ കമ്പനികളും ആർട്ടിസ്റ്റ് മാനേജ്മെൻറ്റ് കമ്പനികളും അല്ലേ നമ്മളുടെ ഷോസ് എടുക്കുന്നത്. കോർപ്പറേറ്റ് ഷോസിന് വേണ്ടി തന്നെ ആർട്ടിസ്റ്റുകളുണ്ട്, കോർപ്പറേറ്റ് ഷോസിന് വേണ്ടിയിട്ട് തന്നെയുള്ള ആർട്ടിസ്റ്റുകളുണ്ട്. അവർ ഈ സാധാരണ നമ്മുടെ ഇവിടെ ഈ ഉത്സവപ്പറമ്പിലോ പള്ളിപ്പെരുന്നാളിലൊക്കെ പ്രോഗ്രാം ചെയ്യുന്ന ആൾക്കാരല്ല കോർപ്പറേറ്റ്സിൽ വന്ന് ഷോ ചെയ്യുന്നത്. അത് ഇതിൻ്റെ പാറ്റേൺ അറിയാവുന്നവർക്കാണ് ആ ഷോസിനകത്ത് പോകുക. അപ്പോൾ ആ ട്രാക്കിലായിരുന്നു ഞാൻ ആദ്യം മുതലേ പൊയ്ക്കൊണ്ടിരുന്നത്. എന്നിട്ട് സാധാരണ നമ്മുടെ മലയാളികൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഷോസ് വയ്ക്കുമ്പോൾ എന്താ പറയുക, ഇപ്പോൾ ഞാൻ വൈലോപ്പള്ളി സംസ്കൃതി ഭവനിൽ ആദ്യമായിട്ട് ട്രിവാൻഡ്രത്ത് ഞാനൊരു അത് സ്വന്തമായിട്ട് നമ്മൾ വൈകുന്ന പൈസ ഉണ്ടാക്കി നമ്മൾ തന്നെ ഓഡിറ്റോറിയം എടുത്ത് അതിന് എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്ത് പ്രസ് മീറ്റും ഒക്കെ നടത്തി ഷോസ് നമ്മൾ ചെയ്യുന്നു. അപ്പോൾ അവിടെ വന്ന് ഷോ കഴിഞ്ഞിട്ട് തിരിച്ച് വരുമ്പോൾ ഇതിനകത്ത് ഈ സൂപ്പർസ്റ്റീഷ്യസ് എലമെൻ്റാണ് പല ആൾക്കാരും നമ്മളുടെ അടുത്ത് അപ്രോച്ച് ചെയ്യുന്നു. എനിക്ക് ദിവ്യത്വമുണ്ട് അല്ലെങ്കിൽ എന്തോ പവറുണ്ട് എന്നുള്ളതാണ്. ഇതൊക്കെ പണ്ട് ചില പുസ്തകങ്ങളിലൊക്കെ പറഞ്ഞിട്ടുള്ള ആൾക്കാരെ പോലെ തന്നെയുണ്ട് കേട്ടോ. അതൊക്കെ ഞാനങ്ങനെ അപ്പോൾ ഞാൻ ഇങ്ങനെ കണ്ണുള്ളിൽ ഇങ്ങനെ കേൾക്കും. എനിക്കതിന് എതിർത്ത് പറയാനായിട്ട് ഇപ്പോൾ അവരെ ഓരോരുത്തരെയും ഞാൻ കൺവിൻസ് ചെയ്യേണ്ടതായിട്ട് വരും. അന്നേരമാണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലുകളും എൻ്റെ ഫേസ്ബുക്കും ഒക്കെ വെച്ചിട്ട് ഞാൻ ടോക്കുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതിനകത്തൂടെയൊക്കെ ഞാൻ ഇങ്ങനെ പറയാൻ ശ്രമിക്കാറുണ്ട്. ഞാൻ ആലോചിച്ചാട്ടെ, ഞാൻ പോലും അറിയാതെ ആലോചിച്ചത്. ഇപ്പോഴും ഉത്തർപ്രദേശിലോട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ, ഉത്തർപ്രദേശ് എന്ന് പറയണ്ട, നമ്മുടെ കേരളം വിട്ട് പുറത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഇതുപോലെ ഒരുപാട് മാജിക്കുകൾ കാണിക്കുന്ന ആൾക്കാർ ദിവ്യന്മാരായിട്ട് നടത്തുന്നുണ്ട്. അത് പറഞ്ഞപ്പോഴാണ് ഈ ചില ആളുകൾ ഈ ട്രിക്സ് റിവീൽ ചെയ്യുന്നത് തന്നെ ഒരു പാഷനാക്കി എടുത്ത ആളുകളുണ്ട്, ഒരുപാട് പേരുണ്ട്. ഇന്ന ആൾക്കാർ ചെയ്ത് നമുക്ക് റീലായിട്ടുണ്ട്. കേരളത്തിൽ തന്നെ യൂട്യൂബ് ചാനൽസ് തന്നെ ഒരുപാടുണ്ട്. AXNലൊക്കെ അതിനെപ്പറ്റി വലിയ പ്രോഗ്രാംസ് തന്നെ ഉണ്ടായിരുന്നു. നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരുന്നത് അയാളുടെ ഫേസ് റിവീൽ ചെയ്യില്ല, പക്ഷേ അപ്പം മജീഷ്യൻ സ്ക്വാഡ് ഒരു പ്രത്യേകതരം മാസ്ക് ഒക്കെ ഇട്ടിട്ടുള്ളൊരു ഫേസ് ആയിരുന്നു. അപ്പം നമ്മൾ സ്ഥിരമായിട്ട് നമുക്ക് ഇതാണല്ലേ ഇതിൻ്റെ പിന്നിൽ നിന്നുള്ളത്, നമുക്ക് പിന്നെ എക്സൈറ്റ്മെൻറ്റ് പോയി. മെൻ്റലിസത്തിൻ്റെ തന്നെ പല ട്രിക്കുകൾ റിവീൽ ചെയ്ത യൂട്യൂബ് ചാനൽസ് ഒരുപാടുണ്ട്. അപ്പം അതിനോട് എന്താണ് ഒരു ടേക്ക്, എന്താണ് ശരിക്കും പറഞ്ഞത്? ഓരോ മനുഷ്യനും ഓരോ മാനസിക നിലയല്ലേ, പിന്നെ അവരുടെ അന്നമായിട്ട് അത് അവരത് കാണിക്കുന്നു. അപ്പം നമ്മളതിനെ എന്നാ പറയുന്നു, എന്നാ പറയാനാണ് അതിനകത്തിരിക്കുന്നത്. അവരതിൽ സന്തോഷിക്കുന്നു. ചില ആൾക്കാരെ വേദനിപ്പിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷമില്ലേ എന്ന് പറയുന്നവരൊരു സന്തോഷവും, പിന്നെ അതൊരു വരുമാന മാർഗവുമായിട്ട് അത് ഉപയോഗിക്കുന്നു. അതിന് നമ്മൾ കുറച്ചുകൂടെ കൃത്യമായിട്ട് പറഞ്ഞാൽ നമ്മൾ ഈ വേശ്യ പരിപാടിക്കൊക്കെ പോവാന്ന് പറയല്ലേ, അത്രയുള്ള അതിൻ്റെ അർത്ഥം. ആ സാധനം തന്നെ ചെയ്തിട്ട് ഇവിടെ വലിയ പേരെടുക്കാൻ ശ്രമിക്കുന്ന ചില ആൾക്കാരൊക്കെ എനിക്കറിയാം. ഉണ്ട്, നമ്മൾ കണ്ടിട്ടുണ്ട് യൂട്യൂബിലൊക്കെ. നമുക്ക് ആരെ പേര് പറയാൻ പറ്റില്ല, സ്റ്റിൽ അങ്ങനെ ഉണ്ട് ഒരുപാട് പേര്.